സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ എല്ലാ ആലഭാരങ്ങളോടെയും ശാസ്ത്രീയമായ കൃത്യതയോടെയും ചികിത്സാരംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഓരോ നാട്ടിലും പാരമ്പര്യാധിഷ്ഠിതമായി നിലനിന്നു പോന്ന ശരീര സംരക്ഷണ സമ്പ്രദായങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നു. കരാട്ടയും കുങ്ഫുയും ജൂഡോയും മല്ലയുദ്ധവും സുമോയും അവയുടെ എല്ലാം അനുബന്ധങ്ങളായി അക്യൂപങ്ചറും ആയുർവേദവും പോലുള്ള ചികിത്സാ രീതികളും വർദ്ധിത തേജസ്സോടെ മിഥ്യാശാസ്ത്രം എന്ന പരിഹാസത്തെ അവഗണിച്ച് അസ്തമിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ തനത് അഭ്യാസമുറിയായ കളരിപ്പയറ്റിനെ കേവലം ശരീരക്ഷമതയ്ക്കുള്ള ഉപാധി എന്നതിനപ്പുറം ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായവും കൂടിയായി കാണുന്ന AK ശശിധരൻ ഗുരുക്കളാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നമ്മോട് സംവദിക്കുന്നത്. ഇത് കൂടുതലും തെക്കൻ സമ്പ്രദായമാണ്. പക്ഷേ എന്നാൽ മധ്യ കേരള സമ്പ്രദായം എന്ന് പറയുന്ന രീതി ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. എന്നാൽ വടക്കൻ്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം, വടക്കൻ കളരി സമ്പ്രദായം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അംഗം പയറ്റുകൾ, ഈ അംഗപ്പയറ്റുകളാണ് കൂടുതൽ, ചാടി മറിഞ്ഞ് ചാട്ടങ്ങളും അങ്ങനെയുള്ള. തെക്കൻ സമ്പ്രദായത്തിൽ കൂടുതലും സെൽഫ് ഡിഫെൻസിനാണ് പ്രാധാന്യം. ഒരു ശത്രു വന്നാൽ ഒന്ന് ഒഴിഞ്ഞാൽ അയാൾ വീണിരിക്കും. വളരെ വേഗതയേറിയ ഒരു രീതിയാണ്. അത് കാണാനൊന്നും ഒരു ഇത് കാണത്തില്ല, ഒരു നടന കല പോലൊന്നും വരത്തില്ല. കൂടുതൽ മർമ്മപ്രയോഗങ്ങളാണ് ഇത് തെക്കനിലുള്ളത്. ഇപ്പോൾ വടക്കൻ സമ്പ്രദായത്തിൽ വെറും കൈ എന്ന് പറയുന്നത് തന്നെ ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങൾ, അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ഒരാൾക്ക് അത് കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വന്ന് നമ്മൾ കളരി തുടങ്ങി 2-3 മാസം ആകുമ്പോൾ തന്നെ അവരെ മെയ്പ്പയറ്റ് ഞങ്ങൾ അഭ്യസിപ്പിക്കും. അടിത്തട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് ഈ മർമ്മത്തെ പറ്റിയും ഒക്കെ അങ്ങനെ പറഞ്ഞ് പോകും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കളരി എന്ന് പറയുന്നത് ആത്മീയതയുടെ എത്താനുള്ള എളുപ്പമാർഗമാണ്. ഉറച്ച തീരുമാനം എടുക്കുന്ന ഒരാൾക്ക് ആത്മീയതയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ പലതും ഉപേക്ഷിച്ചാൽ ഇതിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മനസ്സിന് നല്ല ഇതുള്ള ഒരാൾ, സ്ഥൈര്യമുള്ള ഒരാൾക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റും. കളരിയിൽ നമ്മൾ ചെയ്യുന്നതും അതാണ്. പലരും പല രീതിയിലാണ് കളരി വരുന്നത്. അഭ്യസിച്ച് കഴിഞ്ഞാൽ ആയുധാഭ്യാസത്തിലേക്ക് വരുമ്പം അവൻ്റെ ശ്രദ്ധ വളരെ കൂടുതലാണ്, കോൺസെൻട്രേഷൻ. ഈ ശ്രദ്ധയിൽ നിന്ന് വേണം അവന് ആത്മീയതയിലേക്ക് പോകാൻ. ശ്രദ്ധയുള്ള ഒരാൾക്ക് പ്രാർത്ഥനയും ധ്യാനവും ചെയ്ത് പ്രാണായാമവും ചെയ്യാൻ പറ്റും. ഈ ശ്രദ്ധ നമുക്ക് കളരിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ആത്മീയതയിലേക്കുള്ള എളുപ്പമാർഗ്ഗമാണ് ആയുധാഭ്യാസം. അവൻ്റെ ശ്രദ്ധ വരും. അതോടൊപ്പം അവനൊരു രജോ ഗുണവും വരും. ആ രജ ഗുണം വന്നു കഴിഞ്ഞാൽ അവന് തീരുമാനം എടുക്കാൻ അവന് കഴിയും. ഞാൻ ഇന്നത് കഴിക്കും അല്ലെങ്കിൽ കഴിക്കും. ഇപ്പം നമ്മളൊരു സസ്യബുക്ക് സാത്വിക ആഹാരം കഴിക്കണമെന്നാണ്, അല്ലാത്തവരും ഉണ്ട്. എന്തായാലും ഇത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ശരീരത്തിന് ഉഷ്ണം കൂടും. പ്രാണായാമം ചെയ്യുമ്പോഴത്തേക്ക് ഉഷ്ണം കൂടും, ആ ഉഷ്ണാധിക്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ സാത്വികാഹാരം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉഷ്ണത്തിന് ഒരു ശമനം വരും. അതുകൊണ്ട് എല്ലാം അങ്ങനെ പോകണമെന്ന്. അപ്പോൾ ചിന്തകളും എല്ലാം അങ്ങനെ ആയിരിക്കണം, സാത്വികമായിട്ട്. യമനിയമങ്ങൾ പോലെ യമനിയമങ്ങൾ പാലിച്ച് പോകണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ജീവിച്ചു വന്ന ഒരാൾക്ക് ഇതിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എനിക്ക് മാത്രം ഇത് പറ്റും എന്നുള്ളതല്ല, എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ വഴി, ഈ ശ്രദ്ധ വേണം. പിന്നെ കളരി എന്ന് പറയുന്നതിനകത്ത് പാലിൽ നെയ്യ് ഉണ്ട് എന്ന് പറയുന്ന പോലെ കളരിയിൽ ആത്മീയത ഉണ്ട്. അടിവരായിട്ട് പറയേണ്ട കാര്യം അത്. പ്രായം ചെല്ലുമ്പം ചാടുന്നതിനും എടുക്കുന്നതിനും ഒന്നും പറ്റത്തില്ല. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുടിക്കൈ പ്രയോഗങ്ങളും ഒഴിഞ്ഞു മാറി ചെറിയ തട്ട് കെട്ടി എത്ര വലിയ ശത്രുക്കളായാൽ പോലും നമുക്ക് ഇടാൻ പറ്റണം. ഒഴിവത് താൻ ചുവടും പറയായി ചെയ്യുമെന്ന് പറയില്ലേ, അതുകൊണ്ട് ഒഴിഞ്ഞു മാറി. അത് നേരിട്ട് തടയില്ല, ആര് ഉപദ്രവിച്ചാലും നേരിട്ട് തടയത്തില്ല. ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്, അയാളുടെ ബലത്തെ അയാളെ തന്നെ വീഴ്ത്തുകയാണ്. കൊല്ലം ജില്ലയിൽ കന്നിമേൽ ചേരിയിൽ മൂലങ്കര ലക്ഷ്മിയുടെയും കായംകുളം മെലിഞ്ഞിമുട്ടിൽ കൃഷ്ണന്റെയും 6ാമത്തെ മകൻ ശശിധരൻ മെട്രിക്കുലേഷൻ കഴിഞ്ഞ് കുടകിലെ സിദ്ധാർപൂരിൽ സഹോദരി ഭർത്താവിൻ്റെ പ്രസ്സിൽ പണിയെടുക്കുന്ന കാലത്താണ് കയ്യാങ്കളിയുടെ ആദ്യ ചുവടുകൾ പഠിച്ചത്. തിരുനെൽവേലിക്കാരൻ വർഗീസ് ആശാനായിരുന്നു പ്രഥമ ഗുരു. പിന്നീട് അയൽവാസിയായിരുന്ന പ്രകാശൻ ഗുരുക്കൾ, കോട്ടരഴികത്ത് കുമാരനാശാൻ, കോവളത്തെ വള്ളാർ അഹമ്മദ് കുഞ്ഞാശാൻ, ഇരവിപുരം ഗോകുലാശ്രമം മഠാധിപതി സുകുമാരാനന്ദ സ്വാമിജി, പോത്തൻകോട് പൂന്തുറ ആശ്രമത്തിലെ പത്മനാഭസ്വാമികൾ തുടങ്ങിയവരിൽ നിന്ന് ഉപരിപഠനവും മർമ്മ ശാസ്ത്രാദി കലകളും പഠിച്ചു.
അതോടെ മെയ്യഭ്യാസം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വരുതിയിൽ നിർത്തുമെന്ന് ബോധ്യപ്പെട്ട ശശിധരൻ കളരിയെ തന്നെ തൻ്റെ തട്ടകവും ജീവിതവൃത്തിയുമായി സ്വീകരിക്കാനും തീരുമാനിച്ചു. ഇന്ന് കടപ്പാക്കടയിലുള്ള ശ്രീ ഗുരുദേവ് കളരിയൻ മർമ്മ മസാജ് സെന്റർ അറിയപ്പെടുന്ന ഒരു പ്രാണ ചികിത്സാ കേന്ദ്രമാണ്. വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ കളരിയല്ല, പണ്ടൊക്കെ ഈ ഗാട്ടാ ഗുസ്തി പയൽവാനായിരുന്നു. അപ്പോൾ ഗുസ്തിയാണ് പുള്ളിയുടെ തൊഴിലതാ. ഞാൻ പിന്നെ 61 SSLC പാസ്സായതിന് ശേഷം പിന്നെ എൻ്റെ സഹോദരി കൂർഗിലായിരുന്നു. ഞാനങ്ങ് കർണാടകയിൽ പോയി. അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു യാദൃച്ഛമായിട്ട് ഒരു ടൗണിൻ്റെ ഒരിടത്ത് വെച്ചിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും 10-50 ആളുകളുമായിട്ട് അടി നടക്കുക. ഇവർ നടുക്ക് നിൽക്കുന്നു, മറ്റുള്ളവർ ചുറ്റും നിന്ന് അവരെ ഉപദ്രവിക്കുന്നു. പക്ഷേ ഉപദ്രവിക്കാൻ ചെല്ലുന്നവരൊക്കെ വീഴുക. അപ്പോൾ ഈ കുറേ നേരം ഞാനങ്ങനെ നോക്കി നിന്നു. ചേട്ടാ, ഇത് രണ്ടുപേരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലോ, ഇത്രയും ആളുകൾ നിന്ന് ഉപദ്രവിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ അതങ്ങ് തട്ടിക്കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ ഒരു കാര്യം കണ്ടു ശുദ്ധാവരത്ത് വെച്ച്, അത് ഭയങ്കരമായിട്ട് തോന്നി എനിക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച അപ്പോൾ ഈ കക്ഷിയെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കില്ല കണ്ടപ്പോൾ ഞാനത് പിന്നെ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഇതറിയാമോ, എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ചേച്ചി ചോദിച്ചിങ്ങനെ വർഗീസ് മേസ്ത്രി എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. പുള്ളി വർഗീസ് ആശാനെന്നാണ്, അവിടെ മേസ്ത്രി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അതിനെന്താ പഠിപ്പിക്കാം. പുള്ളി ആദ്യം പഠിപ്പിച്ചിരുന്ന ഈ കമ്പ് പ്രയോഗമാണ്. പുലി അംഗം എന്ന് പറയുന്ന വടി വീശൽ, പിന്നെ കുറച്ച് പിടിമുറകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നെ ആദ്യം യാദൃച്ഛികമായിട്ട് അങ്ങ് പഠിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പുള്ളി ഈ ഇത് തീർത്തി പുള്ളി അങ്ങ് പോയി. ഞാനും ഇങ്ങോട്ട് പ്രസവമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊല്ലത്തോട്ടും വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രകാശം സാറുമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് പുള്ളി കളരി പഠിക്കുന്നുണ്ട്. കളരി പഠിച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് പുള്ളി പഠിച്ചത് എന്നെ പഠിപ്പിക്കും. നിങ്ങൾ എന്നോട് അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ബാക്കി തുടക്കം. അപ്പോൾ പ്രകാശം സാറുമായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് ചെയ്താണ് കളരി തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ. എനിക്ക് ഇത് പഠിച്ചതിന് ശേഷം കുറച്ച് ധൈര്യം കൂടിയിട്ടുണ്ട്, പിന്നെ ക്ഷമയുണ്ട്. ഇടയ്ക്ക് അടിയൊക്കെ കൂടുമ്പോഴത്തേനും നല്ല കണക്കെടുത്തിട്ട് ഇടിക്കും. എല്ലാവർക്കും പേടിയും. ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യം ഇതൊക്കെ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന പ്രഖ്യാത വാക്യത്തിന്റെ അന്തസ്സത്തയാകെ സ്വാംശീകരിച്ചിട്ടുള്ള ഗുരുക്കൾ ശിഷ്യരിലേക്ക് പകരാൻ ശ്രമിക്കുന്നത് പ്രതിരോധത്തിനുള്ള ആയോധന മുറകൾ മാത്രമല്ല, അദ്ദേഹം അവരെ ആത്മീയ മാർഗത്തിലേക്ക് ഉപനയിക്കുക കൂടി ചെയ്യുന്നു. ചിതയോഗവും ശിവയോഗവും ഭൂതശാസ്ത്രവും സിദ്ധവൈദ്യ തത്വങ്ങളും ശരീരത്തെ അതിൻ്റെ ആദിമ തൃഷ്ണകളിൽ നിന്ന് മോചിപ്പിക്കുമെന്നും മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗം നിർദ്ദേശിക്കുമെന്നും ഈ മർമ്മജ്ഞാനി വിശ്വസിക്കുന്നു. ശ്രദ്ധ, വിനയം, ക്ഷമ, സാത്വിക ചിന്ത എന്നിത്യാദി സദ്ഗുണങ്ങൾ തൻ്റെ ശിഷ്യരിൽ ചിരസ്ഥായിയായി നിലനിൽക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ചൂണ്ടുമർമ്മം എന്ന് പറയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അത് ഭയങ്കരമായി ദോഷം ഉണ്ടാവും അതിൻ്റെ പുറകിൽ. അതായത് ഒരു മനുഷ്യനെ കുറേ നേരത്തേക്ക് നമ്മളങ്ങ് അവശനാക്കി അങ്ങ് ഇടുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അയാളുടെ മനസ്സിനും അതൊരു വേദനയുണ്ടാക്കും. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു 3-4 ദിവസത്തേക്ക് അയാളൊരു വല്ലാത്ത രീതിയിൽ അയാളുടെ പോക്കും നടക്കും വരുമൊക്കെ അയാളങ്ങ് വളരെ ക്ഷീണിതനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ നീ ചെയ്യരുത്, അറിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും പോകാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഭവമായി ചൂണ്ടുവർമ്മം. അത് കളഞ്ഞിട്ട് നമ്മൾ അതിന് മുമ്പോട്ട് പോകണം, എങ്കിലേ ഈ പറയുന്ന ആ മോക്ഷപ്രാപ്തിയിൽ എത്തത്തുള്ളൂ. ശിവയോഗവും പിന്നെ സ്വരയോഗവും ഒക്കെ അഭ്യസിച്ച ഒരാൾക്കേ അതിലെത്താൻ പറ്റത്തുള്ളൂ. ധ്യാനവും മെഡിറ്റേഷനും പ്രാണായാമവും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാനസികമായിട്ട് ഞാനിങ്ങനെ വടി പിടിച്ച് അടിക്കാൻ, ഗുരുക്കളുടെ പുറത്ത് വടി പിടിച്ച് അടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ശാരീരികമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പകുതി വരെ വരുന്നുള്ളൂ. മൈൻഡിൽ അടിക്കണമെന്നുണ്ട്, പക്ഷേ പകുതി വരെ വരുന്നുള്ളൂ. ബോഡി യഥാർത്ഥത്തിലുള്ള ആ കൺട്രോളിങ് വരുന്നില്ല. ഞാൻ ശരിക്കും വന്ന് അത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും അത് പൂർണ്ണമായിട്ടും അതിനകത്ത് ഓക്കെയാണ്. ചൂണ്ടും മർമ്മം എന്ന് പറയും നമ്മളത് ഉപയോഗിക്കും. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ.
ഒരാളെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കൊന്നും അതിന് ചൂണ്ടണമൊന്നുമില്ല. നമ്മൾ നോക്കി നിന്നാലും അയാൾ എന്തിനാ അയാളെ ആക്രമിക്കുന്നതെന്ന് അയാൾക്ക് തോന്നിക്കോളും. അയാൾ തന്നെ തിരിച്ച് പൊക്കോളും. അത് അങ്ങനെ ഒരു അവസ്ഥയാണ് അത്. അങ്ങനെ നമുക്ക് ആരെയും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇയാളെ ഒന്നും ചെയ്യേണ്ട, നമുക്കങ്ങ് പോവാം എന്ന് അയാൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവും. ധ്യാനവും യോഗയും വിശ്വാസവും ടെലിപ്പതിയും ഹിപ്നോട്ടിസവും തൈലമിശ്രിതങ്ങളും ഹസ്തരേഖയും പഞ്ചാക്ഷരി മന്ത്രവും ചേർത്തുള്ള ചികിത്സ കൊണ്ട് വാസ്തവത്തിൽ ശശിധരൻ ഗുരുക്കൾ രോഗികളുടെ പ്രാണോദ്ധാരണമാണ് സാധിക്കുന്നത്. അലോപ്പതിക്കാർ ഇംഗ്ലീഷിൽ ബ്ലോക്ക് എന്ന് വിളിക്കുന്ന രക്തചംക്രമണത്തിലെ പ്രാണസ്തംഭനത്തെ തടവി നീക്കുന്ന മർമ്മചികിത്സ ഫലപ്രദമായി അനുഭവപ്പെട്ടിട്ടുള്ള രോഗികൾ നിരവധിയുണ്ട്. ശരീരത്തിലുള്ള 108 മർമ്മങ്ങൾക്കും വേണ്ടി പ്രാണൻ എന്ന ഒരൊറ്റ മർമ്മത്തിൽ കേന്ദ്രീകരിച്ചാൽ മതി എന്നാണ് ഈ കളരി മർമ്മജ്ഞന്റെ നിലപാട്. മർമ്മം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാണൻ്റെ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ, ചാലുകൾ, ചുഴികൾ, ഈ ജോയിൻറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള. അങ്ങനെ അഗസ്ത്യ ആചാര്യൻ പറഞ്ഞേക്കുന്ന 107 മർമ്മമാണ് പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എൻ്റെ ഈ പരീക്ഷണവും പ്രവൃത്തി അനുസരിച്ച് ഞാൻ പറയുന്നത് മർമ്മം എന്നുള്ളത് ഒന്നേ ഉള്ളൂ, അത് പ്രാണനാണ്. പ്രാണൻ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ മർമ്മമുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് വരുന്ന ആളിനെ നമ്മളിപ്പോൾ നടുവിന് അസുഖമായിട്ട് വരുന്നതിൻ്റെ നടുവിൽ മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പ്രാണൻ എവിടെ നിന്ന് വരുന്നു, ആ പ്രാണൻ എവിടെ നിൽക്കുന്നു, അപ്പോൾ അത് നമ്മൾ കല നോക്കും. അത് ചികിത്സയ്ക്ക് എങ്ങനെയുണ്ട്, അമൃതകല, വിഷകല എന്ന് പറയുന്ന 2 കലയുണ്ട്. അപ്പോൾ അമൃതകല, വിഷകല എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രാണൻ്റെ സഞ്ചാരം എങ്ങനെ, ആ രക്തത്തിൻ്റെ ഒഴുക്ക് എങ്ങനെ, അത് വളർപ്പുറയിൽ എങ്ങനെ, തേഴ്പുറയിൽ എങ്ങനെ, അത് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പ്രാണനെ കൊണ്ടുവന്ന് പ്രാണൻ്റെ സഞ്ചാരം ഇല്ലാത്തടത്തേക്ക് കൊണ്ടുവന്ന് അതിനെ നേരെയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആ പ്രാണൻ്റെ വഴി മൊത്തം നമ്മൾ തടയണമല്ലോ. അതിനാണ് നമ്മൾ ഈ മർമ്മചികിത്സ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരിടത്ത് തുടങ്ങുന്ന അടുത്തൊരു മർമ്മത്തിലും കൂടെ അതിൻ്റെ ഇത് വരും. അപ്പോൾ നമ്മൾ കൈ ഓടി അങ്ങനെ തന്നെ വന്ന് പ്രാണനെ കൊണ്ട് വിടുക ചെയ്യുന്നത്. പ്രാണനെ കൊണ്ട് വിടുകയാണ്. അപ്പം മർമ്മം ഒന്നേ ഉള്ളൂ, അത് പ്രാണനാണ്. അതെവിടെ തടയുന്നു അവിടെ അത് കൊണ്ടുവന്ന് വിടുന്ന ജോലിയായി മർമ്മം. ഏറ്റവും ആദ്യം എൻ്റെ മകന് തന്നെ ആയിരുന്നു കുഴപ്പം. അവന് ഈ പറഞ്ഞ പോലെ ബൈക്ക് ഓടിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, അവന് ബൈക്ക് കൂടുതൽ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിനു മുമ്പ് ഈ കളരി അഭ്യാസ സമയത്തും ഒരു കാലിനൊരു കുഴപ്പമുണ്ടായി. അപ്പോൾ ഈ സമയത്ത് രണ്ടും വളരെ നിസ്സാരമായിട്ട് ഒരു ദിവസത്തെ പോലും ഇല്ലായിരുന്നു കാലിൻ്റെ പ്രശ്നം തീർക്കാൻ. അദ്ദേഹം അത് പിടിച്ചിട്ട് ആ കാല് വീശി അടിച്ച സമയത്ത് സംഭവിച്ചതാണ്. അത് നിസ്സാരമായിട്ട് അതിലാണ് ഞങ്ങൾക്ക് വിശ്വാസം തുടങ്ങിയത്. പിന്നെ അതിന് ശേഷമാണ് അത് പിന്നെ ഒത്തിരി കാലം കഴിഞ്ഞാണ് ബൈക്കിലെ പ്രശ്നം ഉണ്ടായത്. അതും സാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവനെ സംബന്ധിച്ചത് ഇപ്പം ബൈക്ക് ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പ്രധാനമായിട്ട് വരുന്നത് സ്ത്രീകൾ കൂടുതലും വരുന്നത് നടുവേദനയും ഇപ്പോഴൊക്കെയാണെങ്കിൽ മുട്ടുവേദനയാണ് ഒരുപാടും. അത് അമ്മമാർക്കൊക്കെ അതാണ് പ്രധാനം. ഈ നടുവേദന മിക്കവാറും വരുന്ന ഓപ്പറേഷൻ പറഞ്ഞതിന് ശേഷം വരുന്നവരാണ്. ഇപ്പോഴും നമ്മൾ മരുന്ന് കൊടുത്ത് നിർത്തേക്കുന്ന ഓപ്പറേഷൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഓപ്പറേഷൻ കാര്യമില്ല. അപ്പോൾ നമുക്ക് അയാളെ നോക്കുമ്പോൾ അറിയാം, അയാളുടെ കൈയുടെ രേഖ നോക്കുമ്പോൾ അറിയാം ഇയാൾ വീഴുന്നിട്ടുണ്ടോ. ഈ നടുവിന് വീണിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈരേഖയിൽ അറിയാം അയാൾ വീണിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഏത് സമയത്ത് എത്ര വയസ്സ് വീണിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അത് വീണ് കഴിഞ്ഞാൽ മർമ്മമാണെങ്കിൽ അത് അവിടെ ഇരുന്ന് വിളയും. വീഴ്ച മർമ്മത്താണെങ്കിൽ അതിൽ നിന്ന് വിളഞ്ഞൊരു 10-15 കൊല്ലം കഴിയുമ്പം വജ്രം പൊട്ടുന്നത് പോലെ ഈ മർമ്മം വിളഞ്ഞ് പൊട്ടുമ്പോഴാണ് രോഗമായിട്ട് വരുന്നത്. പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടുകയല്ല, എക്സാമ്പിൾ ആ മർമ്മം മൂക്കും അവിടെ ഇരുന്ന്. അപ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. കളരി എന്ന് പറയുന്ന ഒരു തപസ്, ഒരു ചര്യയാണ്. അത് ദൈവികമായ കലയാണ്. അത് മോക്ഷത്തിലേക്കുള്ള എളുപ്പ മാർഗമാണ്. അതിനെ ആ ലെവലിലാണ് ഞാൻ കാണുന്നത്. അത് ധനസമ്പാദന മാർഗമല്ല. ഇന്നുവരെ അങ്ങനെ ഞാൻ അതിനെ കണ്ടിട്ടുമില്ല. അപ്പോൾ ആ കളരി ചികിത്സയായാലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് ചികിത്സയ്ക്ക് വളരെ എളുപ്പമാണ്. ഫിസിക്കലായിട്ടുള്ള എനർജിയും സ്പിരിച്വലായിട്ടുള്ള എനർജി രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഈ രോഗിക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ കലർത്തി ചെയ്യാൻ പറ്റും. ഏത് ആയോധന കലയായാലും നമുക്ക് ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ എത്രയും പഠിക്കും തോറും അത് പഠിച്ചു വരും തോറും അത് ചുരുങ്ങി നമ്മളത് എളിമ കൂടി വരികയാണ് സാധാരണ ചെയ്യേണ്ടത്.
അത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയെന്ന് വരില്ല. നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമ്മളത് എളിമയായാലും നമ്മൾ ആ എല്ലാവരും ഒരുപോലെ കാണുക, അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. 1987 ഗൾഫിൽ പോയി, ഒമാനിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറഞ്ഞ ആ വിസ. അപ്പോൾ എൻ്റെ ധാരണ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോട്ടപ്പണിയോ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. അവിടെ ചെന്നപ്പം ഇതൊന്നുമല്ല, ഒട്ടകത്തിനും ആട്ടിനും പുല്ലിറക്കുന്ന ആ ജോലിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ നടന്നു പോലുള്ള ബന്ധം നമുക്ക് മണ്ണുമായിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ പിന്നെ ഈ പുല്ലിറക്കുന്നതും അതിൻ്റെ ആഹാരം കൊടുക്കുന്നതും ഒക്കെ അവിടെ ചെന്ന് പിന്നെ അതങ്ങ് ശീലിച്ച് 2 കൊല്ലം അതിൻ്റെ കൂടെയൊക്കെ അങ്ങ് നിന്നു. ഇപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനാ അയാൾ ഇങ്ങനൊരു വിസ എനിക്ക് തന്നത്. ഒരു വലിയ സംഭവം. എന്തായാലും അവിടെ പിടിച്ച് നിന്നു 2 വർഷം. കഷ്ടപ്പാടും ഒക്കെ ദുരിതവും ഒക്കെ ആയിരുന്നു. അങ്ങനെ പേർഷ്യയിൽ പോയിട്ട് 2 വർഷം നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. പിന്നെ പാർട്ടിക്കാർ മുഖേന എന്നെ ജനയത്ത് ജോലി കൊടുത്തു. അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന പേപ്പറിൻ്റെ അങ്ങനെ ഇരുന്നപ്പോൾ ജനയവും പേപ്പർ നിർത്തി അങ്ങ്. പിന്നെ കളരിയൊക്കെ ഇട്ടതൊക്കെ. അന്നേരം പിന്നെ കൊല്ലത്ത് പ്രസ്സിൽ പോകുമായിരുന്നു. ഇപ്പം നമുക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല എന്തെങ്കിലുമൊക്കെ ചികിത്സകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ വരും, അവർക്കതിൽ നിന്ന് ഭേദം ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അറിഞ്ഞു കേട്ട് പിന്നെയും വല്ലരും ഒക്കെ വരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. വീട്ടിലാരും അങ്ങനെ രാഷ്ട്രീയമായിട്ടൊന്നും പ്രവർത്തിച്ചവരാരുമില്ല. പിന്നീട് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭിന്നിപ്പിന് ശേഷം 67 എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അതിനു മുമ്പും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് കുറേ തലമുതിർന്ന കുറേ എൻ്റെ വീടിൻ്റെ പരിസരത്ത് 2-3 നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരു SP സോമൻ, ഒരു TG ശിവരാജൻ, K തങ്കപ്പൻ, R രവീന്ദ്രൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഴയ കാലത്ത് കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും ചെറുപ്പത്തിൽ ഇതിന് ചോരെഴുതാനും അതിന് മഷി കലക്കി കൊടുക്കാനും ഒക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു, നാടിൻ്റെ ആ ജനങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യാം, അങ്ങനെയുള്ള അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ. അത് നമുക്കെന്ത് ഗുണം ചെയ്യുന്നുള്ളതല്ല, ജനത്തിന് എന്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും, അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ ഈ പ്രസ്ഥാനം കൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല, നാളെയുമില്ല. മറ്റു പല ക്ലാസിക് കലാരൂപങ്ങളെയും പോലെ കളരിയും ഒരു ദൃശ്യകലയായി പരിണമിച്ചപ്പോൾ അതിൻ്റെ ആഴത്തിലുള്ള പഠനവും ധ്യാന മനനങ്ങളും ഇല്ലാതായി എന്ന് സപ്തതി കടന്ന ഏതൊരു ഗുരുവിനെയും പോലെ ശശിധരൻ കുരുക്കളും സങ്കടപ്പെടുന്നു. മനുഷ്യർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന യുദ്ധമുറകൾ വെറും കായിക വിനോദമായി മാറുകയും യഥാർത്ഥ യുദ്ധങ്ങൾ തോക്കുകളും ബോംബുകളും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള വർത്തമാനകാലത്ത് കളരിപ്പയറ്റ് കൂടുതലും ശരീര നിർമ്മിതിക്കുതകുന്ന കലാഭ്യാസമായാണ് ഭാവിയിൽ നിലനിൽക്കുക. നമ്മൾ കളരി ഇന്നൊരു ദൃശ്യകലയായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്നതിന് വലിയ മാർക്കറ്റുണ്ട് കളരിപ്പയറ്റിന്. വിദേശികളും വിദേശത്ത് പോയും വിദേശികൾ വന്നും ഒക്കെ ഇതിന് ധാരാളം ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട്. അവർ ആസ്വാദന കലയായി മാറിയപ്പോഴത്തേക്ക് അതിലൊരു സാമ്പത്തികം വരാൻ തുടങ്ങി. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകണ്ട. കാര്യം നമുക്ക് ജീവിതത്തിനുള്ളതൊക്കെ അതിലാവും. അപ്പോൾ ഈ കലയുടെ ബാക്കി ഭാഗത്തേക്ക് പോയില്ലെങ്കിലും നമുക്ക് ജീവിച്ചു പോകാം. അപ്പോൾ കല അവിടെ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ആളുകൾ വരാത്തത്. സംഘടനയുണ്ട്, ഇപ്പോൾ 2-3 സംഘടനകളുണ്ട്. കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് വടക്കൻ വിഭാഗത്തിൻ്റെ ഉണ്ട്, തെക്കൻ വിഭാഗത്തിൻ്റെ ഉണ്ട്. പിന്നെ മധ്യ കേരള സമ്പ്രദായം എന്ന് പറഞ്ഞ് അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷനുള്ള എല്ലാം തന്നെ അവർക്ക് സർക്കാരിൽ അത് അഫിലിയേറ്റ് ചെയ്തിട്ട് സർക്കാരിൽ നിന്ന് ചില ഇവർക്കൊക്കെ ചില ഗ്രാൻറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രചോദനമോ അതിനെ ആ ശാസ്ത്രം നശിക്കാതെ പോകാൻ നോക്കണമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു ശാസ്ത്രമാണ്, ദൈവികമായതാണ്. അത് അതിൻ്റെ ആദ്യം തന്നെ പറയുന്നത് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചതാണ് ഇതിൻ്റെ ഈ കാര്യങ്ങൾ മൊത്തം, ശിവയോഗമായാലും ശിവസ്വരയോഗമായാലും എല്ലാം. അപ്പോൾ അതിലേക്ക് വരുന്നില്ല ആളുകൾ. അത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിൻ്റെ പലതും ഉപേക്ഷിച്ചെങ്കിലേ നമുക്കിത് നേടാൻ പറ്റൂ. അപ്പോൾ പലതും ഉപേക്ഷിക്കാൻ ആളുകൾ തയ്യാറല്ലല്ലോ. ഇന്ന് ഉപേക്ഷിക്കാൻ ആരും തയ്യാറല്ല. നമുക്ക് സ്വരുക്കൂട്ടാനാണ് ആളുകൾ. ഇതിലേക്ക് വരാൻ പറ്റത്തില്ല. കളരിയിൽ സമ്പ്രദായത്തിൽ
ഈ വഴിയിലേക്ക് ശിവയോഗത്തിലും ശിവസ്വരയോഗത്തിലേക്കും വരാൻ താല്പര്യമുള്ള ആളുകളെ അതിനെപ്പറ്റി പറഞ്ഞ് ബോധവാന്മാരാക്കി ആ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ കുട്ടികളെ ആയാലും മറ്റേ ഞാൻ ബന്ധപ്പെടുന്ന കളരികളിലായാലും ഒക്കെ ഇതാണ് ഞാൻ സംസാരിച്ച് ഇതിലേക്ക് എത്ര ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും, ഈ ആത്മീയതയിലേക്ക്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൈസ വാങ്ങിയിട്ടല്ല, അവർ യോഗ്യരാണെങ്കിൽ അവരെ ഞാൻ ഇത് പഠിപ്പിച്ചിരിക്കും.